കോഴിക്കോട് എലത്തൂരിൽ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് സ്വകാര്യ ബസ് മറിഞ്ഞു. അപകടത്തിൽ 3 യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. 80 പേർക്ക് പരിക്ക്. 58 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവർ ബീച്ച് ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവം സംഭവം നടക്കുന്നത് മറ്റേത് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ നിന്ന് വരുന്ന ബസ് അത് സ്പീഡാണ്. മറ്റേ ടിപ്പർ ഇവിടുന്ന് അങ്ങോട്ട് പോവാണെന്നല്ലേ. അപ്പോൾ ഐഡിയും പോലെ വെട്ടിക്കലിനാണ് മറിഞ്ഞു പോയത്. അപ്പോൾ ചില്ലറ പരിക്കുണ്ട്. പിന്നെ ഓല് മെഡിക്കൽ കോളേജ് ബസ്സേയും കൊണ്ട് കൈ പൊട്ടിയ പ്ലാസ്റ്റിക് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട് ബസ്സിൽ. ഓലെ കൈ വീണ്ടും പൊട്ടി. അങ്ങനെ എല്ലാം പടിയിട്ട് വണ്ടി കയറ്റി വിട്ട്. ബസ് കുറച്ച് സ്പീഡാണ്. ബസ്സായിട്ടാണ് 100% തെറ്റ്. വളരെ സ്പീഡും നാളത്തെ ഈ വളവുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ചാൽ വളരെ സുഖം. രാഹുൽ കെ വി വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രാഹുൽ, വലിയ അപകടമാണ് ഉണ്ടായത്. ടിപ്പറും ബസ്സും മറിയുന്ന സാഹചര്യമുണ്ടായി. 53 പേർക്ക് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതര സ്വഭാവമുള്ള അപകടം. എന്താണ് പരിക്കേറ്റവരുടെ ആരോഗ്യാവസ്ഥ? അത് വലിയ അപകടം തന്നെയാണ്. നിറയെ യാത്രക്കാരുമായി വരുന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത്. ടിപ്പറിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത്. 80 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 58 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. 16 പേർ ബീച്ച് ആശുപത്രിയിൽ, ബാക്കിയുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവരിൽ 3 പേർക്കാണ് സാരമായി പരിക്കുള്ളത്. ഇത് വടകരയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പോകുന്ന ബസ്സാണ്. അപ്പോൾ നല്ല തിരക്ക്, ഈ ആശുപത്രിയിലേക്കുള്ള ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, അങ്ങനെയൊക്കെയായി ബസ്സിൽ യാത്രക്കാർ അധികമായിരുന്നു. ഒപ്പം തന്നെ ഈ ബസ് ഒരല്പം വേഗതയിൽ ആയിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. കോരപ്പുഴ പാലം ഇറങ്ങി വരുന്നു. അവിടെ പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ചാണ് ഈ വിധത്തിൽ അപകടം സംഭവിച്ചത്. ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് ബസ് റോഡിൽ തന്നെ മറിയുകയാണ് ഉണ്ടായത്. ടിപ്പറും റോഡിന്റെ സൈഡിലായി തന്നെ മറിഞ്ഞു. ഈ അപകടത്തെ തുടർന്ന് അപകടമുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഇടപെട്ടു രക്ഷാപ്രവർത്തനം നടത്തിയെന്നത് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. നാട്ടുകാർ ഇടപെട്ട്, പോലീസ് എത്തി, ഫയർഫോഴ്സ് വന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകിയതിനു ശേഷം കൂടിയാണ് കൂടുതൽ ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. എന്തായാലും ഇതിനുശേഷം ദേശീയപാതയാണ്, ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ബസ് റോഡിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി റോഡ് കഴുകിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കൂടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ അപകടം. 80 പേർക്ക് പരിക്ക്. ഗുരുതരമായി ആർക്കും തന്നെ പരിക്കില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം. അതിനാണ് ഭാഗ്യവും. ശരി, രാഹുൽ കെ വിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.